യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോട് അനുദിനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: അല്ലയോ മനുഷ്യ, അല്ലയോ മകനെ, അല്ലയോ മകളെ, നീ ദൈവവുമായി രമ്യതയിലാണോ? സ്വർഗസ്ഥനായ പിതാവുമായിട്ട് നീ രമ്യതയിലാണോ? നീ എന്തേ എന്നിൽ നിന്നും അകന്നു നടക്കുന്നു? നിന്നെക്കുറിച്ച് ഞാൻ ദുഃഖിതനാണ്, എന്നിട്ടും നീ പതിവ് പോലെ ഉറങ്ങുകയും ചിരിക്കുകയും ചെയ്യുന്നു. നിനക്ക് ഭയമില്ല, ദുഃഖമില്ല, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല. ഒരു ദൈവം നിന്നോട് രസക്കേടായിരിക്കുന്നു എന്നതെന്ന് പറയുമ്പോൾ അതിനർത്ഥമൊന്ന് ഓർത്തു നോക്കിക്കും മകനെ, മകളെ. ഈ ലോകത്തിലെ ഒരു അധികാരിയുമായിട്ട് നമ്മൾ രമ്യതയിലല്ല എന്നറിവ് നമ്മളെ ദുഃഖിപ്പിക്കുകയില്ലേ, ഭയപ്പെടുത്തുകയില്ലേ, നമ്മളിൽ സമാധാനം എടുത്തു മാറുകയില്ലേ? പക്ഷേ ഇയാൾ എത്ര അധികാരമുള്ളവനായിരുന്നാലും അയാൾക്ക് നിനക്ക് നൽകാവുന്ന ശിക്ഷ അത് വളരെ നിസ്സാരമാണ്, താൽക്കാലികമാണ്. എന്നാൽ നമ്മൾ നിത്യസ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യത്വത്തിലേക്ക് നമ്മൾ നോക്കി നടക്കുമ്പോൾ അവിടെ നിത്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമുക്ക് ശിക്ഷ നൽകാൻ കഴിയുന്ന ദൈവത്തിന് നമ്മളോട് അതൃപ്തിയുണ്ട് എന്നറിഞ്ഞിട്ട് നമുക്ക് ഭയമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എൻ്റെ സ്നേഹിത, ഇപ്പോഴത്തെ നിൻ്റെ ജീവിതം നിനക്ക് തൃപ്തികരമല്ല. ദൈവത്തെ സമ്പൂർണമായി സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്ത് വിശുദ്ധിയിൽ വളരുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ മാമോദീസയെല്ലാം സ്വീകരിച്ച് ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് ഈ മരണം വരെ മുന്നേറാമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്ത് പരിശുദ്ധാരൂപിയുടെ വരങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിച്ചത്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ എന്ത് എഫർട്ടാണ് നമ്മളെടുത്തത്? ഒരു മാസത്തേക്കെങ്കിലും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് സേവിച്ച് എന്നും അവനോടൊപ്പം ആയിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി അതൊക്കെ പോട്ടെ, ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. അതിനൊക്കെ ആയിട്ട് ഞാൻ എത്ര അധ്വാനമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട്, വിശുദ്ധിയിൽ മുന്നേറാനായിട്ട്, അശുദ്ധിയിൽ നിന്ന് ഓടിയകലാനായിട്ടൊക്കെ എത്രമാത്രം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മുമ്പേ നമ്മിലൊക്കെ ഉണ്ടായിരുന്ന ബലഹീനതകൾ അതേപടിയും ഇന്ന് എന്നിൽ നിലനിൽക്കുന്നുണ്ടോ? നമ്മളിലെ ചിതമല്ലാത്ത ആഗ്രഹ അഭിലാഷങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്തകളെ വികലമാക്കുന്നുണ്ടോ? നമ്മളിലെ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും അതിന്നും തുടരുകയല്ലേ? അതിനെല്ലാം കാരണം എന്താ? കാരണം നമ്മൾ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാലല്ല നമ്മൾ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ മകനെ, മകളെ, നമ്മുടെ സങ്കടങ്ങളുടെ കാരണം ഇതല്ലാതെ മറ്റെന്താണ്? ഇവകളിൽ നിന്നെല്ലാം വിമുക്തി നേടാനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ മരണം വരെ ഇത് നമ്മൾ പിന്തുടരും എന്ന് ഉറപ്പാണ്. നിരന്തരം നമ്മെ ശല്യം ചെയ്യും. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുന്ന വ്യക്തികൾ തമ്മിൽ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാം തമ്മിൽ ഒരുമയും സ്വരുമയും ഇല്ല എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുക. വയസ്സായ മാതാപിതാക്കളെ നോക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് പല വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കുന്ന മക്കൾ, അല്ലെങ്കിൽ മക്കളെ നോക്കാനായിട്ട് സമയം കിട്ടാത്ത മാതാപിതാക്കൾ
മക്കളെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് അവരുടെ ജീവിത വ്യഗ്രതകളിൽ ഇടപെടുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നും അകന്ന് നമുക്ക് ഇനിയും എത്ര കാലം ഇങ്ങനെ പാപാവസ്ഥയിൽ തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും? അവിടുന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായത്തിലെ 28-ാം വചനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാനായിട്ട് സാധിക്കും. അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. കേട്ടോ, വചനം പറയുകയാണ്, അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. അപ്പോൾ ആരാണ് ഇവിടെ ദൈവത്തിൽ നിന്ന് അകന്നത്? നമ്മളാണ്. നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വചനങ്ങൾ, അതെല്ലാം കൊണ്ട് നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം എല്ലാം അവിടുത്തെ സന്താനങ്ങളാണ്. അങ്ങനെയാണ് വിശുദ്ധ പൗലോസ്ലീഹ അപ്പോസ്തലർക്ക് ലേഖനത്തിൽ പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഇത് നമ്മളെ വളരെ വ്യക്തമായിട്ട് ലേഖനത്തിൽ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എപ്രകാരമായാൽ അവിടുന്നുമായിട്ട് നമുക്കൊരു ഹൃദയത്തിൽ ഒരുമയില്ലാതെ ജീവിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥ സ്വസ്ഥത ലഭിക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യാതൊരു കാരണത്തിലും ആ വ്യക്തിക്ക് ഒരു സ്വസ്ഥത ലഭിക്കത്തില്ല. കാരണം നമ്മുടെ ഭവനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ വാക്കുതർക്കങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായി കഴിഞ്ഞാൽ അവർ ഒന്നുചേരാനായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ അവർ ദിവസങ്ങളോളം എടുക്കും. ഇത് തന്നെയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലും വരിക. മക്കളുടെ എന്തെങ്കിലും പ്രവർത്തികൾ കണ്ടിട്ട് മാതാപിതാക്കൾ ഏതെങ്കിലും വിധമൊന്ന് ശകാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരമില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നീങ്ങുന്ന കുടുംബത്തെ എത്രയോ മക്കൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥത ലഭിക്കത്തില്ല. സന്തോഷം ലഭിക്കുമോ? അതും ലഭിക്കില്ല. ദൈവമായിട്ട് രമ്യതയില്ലാത്തൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എത്ര ഭയാനകമാണ്. അതിനാൽ എൻ്റെ പ്രിയമക്കളെ, ഈ സ്ഥിതിയിൽ നമുക്ക് ഇനിയും തുടരാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ. ദൈവമായിട്ട് അനുരഞ്ജനപ്പെടാനുള്ള സമയത്ത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാധനം അതിനുള്ളതാണ്. നമ്മുടെയൊക്കെ നന്ദിഹീനത മുഴുവൻ മറന്ന് നമ്മെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ ഗണത്തിൽ ചേർക്കാനായിട്ട് ഈശോ മനസ്സായിരിക്കുന്നു. അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് നമ്മളെ പാപസങ്കീർത്തനത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ധൂർത്തപുത്രനെ പോലെ ഓടി വരാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുക. മനുഷ്യവർഗത്തിൻ്റെ ബലഹീനതയ്ക്ക് ഈശോമിശിഹ നിർദ്ദേശിച്ച് തന്നിരിക്കുന്ന ഒരു ഔഷധമാണ്, ഒരു മരുന്നാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഈ അനുരഞ്ജന കുദാശ പാപസങ്കീർത്തനം എന്നൊക്കെ പറയുക. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ രോഗാണുക്കൾ വളർന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ വേഗം പോയി അത് ട്രീറ്റ് ചെയ്ത് നമ്മളത് ശരിയാക്കും. അല്ലെങ്കിൽ നമ്മുടെ പനി നമ്മൾ ഗുളികകളൊക്കെ കഴിച്ചത് നമ്മൾ അകറ്റും. അതുപോലെയാണ് ഈശോ നകന്നു പോകുമ്പോൾ ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഔഷധമാണ് പാപസങ്കീർത്തനം എന്ന് പറയുക. ദൈവപ്രീതിയിൽ ആയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് ദൈവത്തോട് കൂടുതൽ ഐക്യപ്പെടാനായിട്ട് നമുക്ക് സഹായിക്കും. അങ്ങനെ ഐക്യപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാരക പാപത്തിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അത് നമ്മെ ദൈവത്തിൻ്റെ അപ്രീതിക്കും നമ്മുടെയൊക്കെ നിത്യനാശത്തിനും ഇടയാക്കും. ഇങ്ങനെ ശാപാവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വയം വിമുക്തി നേടാനാകുമോ? നമുക്ക് സ്വയം വിമുക്തി നേടാൻ നമുക്ക് സാധിക്കില്ല. ഒരുവൻ്റെ മേലെ ഒരു മല ഇടിഞ്ഞു വീണാൽ സ്വയം ആ മലയെ എടുത്തു മാറ്റാനായിട്ട് അവന് പറ്റുമോ? ഇല്ല. ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഈ വലിയ പാറക്കല്ല് ഇതൊക്കെ വന്നിട്ട് ഭവനങ്ങളിൽ വന്ന് വീണിട്ട് അതിൻ്റെ അടിയിലൊക്കെ പെടുന്ന മനുഷ്യർ മണിക്കൂറുകളോളം അതിൻ്റെ അടിയിൽ കിടക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം കിടക്കും. അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ വന്നിട്ട് ആ കല്ല് മാറ്റിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ആ ഒരവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാപാവസ്ഥയിൽ തുടരുമ്പോൾ എൻ്റെ പ്രിയ മക്കളെ, സ്വർഗീയ ശക്തികൾക്ക്
അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാകുള്ളൂ. മാരക പാപത്തിൽ ഉൾപ്പെടുന്നത് ഇതുപോലെ ഒരു മല നമ്മുടെയൊക്കെ മേൽ വന്ന് പതിക്കുന്നത് പോലെയാണ്. ആ ഒരു മല നമ്മുടെ മേലെ, ആ കല്ല് നമ്മുടെ മേലെ കൊടുക്കുമ്പോൾ എത്രത്തോളം വേദന അനുഭവപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയെങ്കിലും കല്ല് നമ്മുടെ ദേഹത്തു നിന്ന് മാറ്റാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഈ വലിയ പാറക്കല്ല് പോലെയാണ് നമ്മുടെ എല്ലാം പാപങ്ങൾ. മാരകപാപം എന്ന മലയുടെ അടിയിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് മനുഷ്യരുടെയും മാലാഖമാരുടെയും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലുള്ള സകല വിശുദ്ധരുടെയും ഒന്നിച്ചുള്ള ശക്തിക്ക് പോലും സാധ്യമല്ല. ഇത് സാധ്യമാകുന്നുള്ള ഒരേ ഒരു മാർഗം, ഏക മാർഗം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ കാൽവരി കുരിശിൽ ചിന്തിയ ഈശോ മിശിഹായുടെ അമൂല്യ രക്തത്താൽ നമ്മളൊക്കെ നിർമ്മലമാക്കാൻ നിയോഗിച്ചിരിക്കുന്ന കുംഭസാരം എന്ന കൂദാശയാണ്. അതെ, അതിന് കുംഭസാരം എന്ന കൂദാശയുടെ മാത്രമേ ഈ മാരക പാപം എന്ന ഈ മാമലയെ നമ്മുടെ ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അതിനാൽ ഏതെല്ലാം തിന്മകൾ നമ്മളുണ്ടായിരുന്നാലും, ഏതെല്ലാം വിധത്തിൽ നമ്മൾ പാപാവസ്ഥയിലായിരുന്നാലും ശരിയായ ഒരുക്കത്തോടെ അനുരഞ്ജന കുദാശ നമ്മൾ സ്വീകരിക്കുന്നത് വഴി പൂർണ്ണമായ പാപമോചനം ദൈവം നമുക്ക് നൽകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഉറപ്പായിട്ടും നമ്മൾ സാത്താൻ്റെ പിടിയിൽ നിന്ന്, അവൻ്റെ പ്രത്യേകമായ സ്വാധീനത്തിൽ നിന്നല്ല നമ്മൾ വിമുക്തമാകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. അതുമാത്രമല്ല, ദൈവിക പ്രീതിക്കും നമ്മൾ അവൻ്റെ മകനെന്നും മകളെന്നും വിളിക്കാനുള്ള ആ പുത്ര സ്വീകാര്യതയ്ക്കും നമ്മൾ വീണ്ടും അർഹരാകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു കഥ നമുക്ക് നോക്കാം. മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന ഗൗരവമായ ചില പാപങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന തിന്മയും നാശവും ഈ അനുരഞ്ജന കൂദാശ നമ്മൾ ശരിയായ വിധത്തിൽ അനുവർത്തിക്കുമ്പോൾ എപ്രകാരം അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു, നീക്കിക്കളയുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ഒരാൾ ഒരു മരച്ചുവട്ടിൽ അങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആ സമയത്ത് അയാളടുത്തേക്ക് ഒരു ചെറിയ വിഷപാമ്പ് കടന്നു വന്ന് അങ്ങനെ കാലിലൂടെ ഇഴഞ്ഞ്, അയാൾ അറിയുന്നില്ല, ഇഴഞ്ഞ് നെഞ്ചത്തുകൂടെ ഇഴഞ്ഞ് അങ്ങനെ പതുക്കെ വന്ന് അത് അയാളുടെ വായിലൂടെ പ്രവേശിക്കുകയാണ്. ഇത്രയ്ക്ക് ഉണ്ടായിട്ടും കൂർക്കം വലിച്ചിറങ്ങുന്ന മനുഷ്യൻ, യാത്രയുടെ ക്ഷീണം ഒരു തരത്തിൽ ആൾക്കുണ്ട്, എങ്കിലും ആൾ ഇതൊന്നും അറിയാതെ അങ്ങനെ കിടന്നുറങ്ങുക. ഉറക്കം ഉണർന്നപ്പോൾ എന്തെന്നില്ലാതെ ആൾക്ക് വയറ്റിൽ ഒരു തരം അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ, അതെന്താണ് ഇങ്ങനെ പതിവില്ലാതൊരു അസ്വസ്ഥത എന്ന് അറിയാനായിട്ട് അത് ആളതിൻ്റെ പരിഹാരം തേടിയിട്ട് ആൾ തേടി നടന്ന ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് എത്തി. വൈദ്യൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ആ വൈദ്യൻ അയാളെ പരിശോധിച്ചു. അപ്പോൾ ആൾക്ക് മനസ്സിലായി ആളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആളെ വയറ്റിലൊരു വിഷപ്പാമ്പ് കയറി കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ വൈദ്യന് ഉറപ്പായിട്ട് അറിയാം. കാരണം എന്താ, ഈ വിഷപ്പാമ്പിനെ വയറ്റിൽ നിന്ന് പുറത്താക്കിയാൽ അല്ലെങ്കിൽ എടുത്തു കളഞ്ഞാൽ മാത്രമേ ഈ രോഗി രക്ഷപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ വ്യക്തി മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ബുദ്ധിമാനായ ആ വൈദ്യൻ ഒരു സൂത്രം പ്രയോഗിച്ചു. അതായത് ആ രോഗിയെ കാലിൽ കയറ് കെട്ടിയിട്ട് ഒരു മരത്തിന് കീഴെ തല കീഴായിട്ടാണ് കെട്ടി തൂക്കി. അപ്പോൾ തല കീഴെ കെട്ടി തൂക്കിയപ്പോൾ എങ്ങനെയായി, കാല് മുകളിലും വായ താഴേക്കായി. എന്നിട്ട് വൈദ്യൻ പറഞ്ഞു ആ മനുഷ്യനോട് പറ്റാവുന്ന സമയത്തേക്ക് ആ വായ അങ്ങോട്ട് തുറന്നു പിടിക്കാനായിട്ട്. എന്നിട്ട് ആ വായയ്ക്ക് നേരെ താഴെയായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാലും വെച്ച് കൊടുത്തു ആ വൈദ്യൻ. ബുദ്ധിമാനായ ആ വൈദ്യൻ. പാലിൻ്റെ ഗന്ധം അയാളുടെ വായിലൂടെ പ്രവേശിച്ച് പാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ
പാമ്പ് അതിന് ഗന്ധം പിടിച്ച് അങ്ങനെ പുറത്തേക്ക് വന്ന് അയാളുടെ വായിൽ നിന്നും ആ പാലിലേക്ക് വീണു. അങ്ങനെ ആ പാമ്പ് താഴേക്ക് വയറ്റിൽ നിന്നും പോയപ്പോഴാണ് ആ രോഗിക്ക് വളരെ ആശ്വാസം ലഭിച്ചത്. വിവരമൊക്കെ അറിഞ്ഞെത്തിയ നാട്ടുകാരൊക്കെ എന്താ ചെയ്തേ, ആ വൈദ്യൻ്റെ ബുദ്ധിമാന വൈദ്യൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്തി സംസാരിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് നമ്മളൊക്കെ പാപഭാരത്തിൽ ജീവിക്കുമ്പോൾ, നമ്മൾ അതിൻ്റേതുള്ള അസ്വസ്ഥതകൾ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അനുരഞ്ജന കൂദാശ ശരിയായൊരു ഔഷധമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ മാറുന്നത്. കാൽവരി കുരിശിൽ ചിന്തിയ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാണ് ഇവിടെ ഔഷധമായിട്ട് വർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ഉറപ്പുള്ള വിശ്വാസത്തോടും ശരണത്തോടും കൂടി ഈ കുമ്പസാരത്തിന് അണയുന്നവരുടെ ആന്തരിക രോഗങ്ങൾ സൗഖ്യമാക്കാനായിട്ട് ഈ അനുരഞ്ജന കൂദാശയ്ക്ക് സാധിക്കും. ശാരീരിക രോഗവും ആത്മീയ രോഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ പാപം ചെയ്തെന്നുള്ള കുറ്റബോധം വരുമ്പോൾ നമുക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കുവാനോ ശരിയായിട്ട് ധ്യാനിക്കുവാനോ ശരിയായിട്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്നവരോട് നമുക്ക് ശരിയായിട്ട് സംസാരിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും ഒരു അസ്വസ്ഥപ്പെട്ട ഒരു ഭാവത്തിലായിരിക്കും നമ്മൾ നടക്കുക, ചരിക്കുക. അതുകൊണ്ടാണ് പറയുക, നമ്മുടെ ശാരീരിക സൗഖ്യവും ആത്മീയ സൗഖ്യവും എപ്പോഴും ബന്ധപ്പെട്ടാണ് കിടക്കുക. നമുക്ക് ആന്തരിക സൗഖ്യം കൈവരുന്നത് പ്രധാനമായും നമ്മൾ പാപമോചനം നൽകുന്ന കൂദാശ വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സാധിക്കുന്ന സമയങ്ങളിൽ മാസത്തിലൊരിക്കലെങ്കിലും പോയിട്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് വൈദ്യനോട് പാപങ്ങൾ ഏറ്റുപറയണമെന്ന് നമ്മൾ സഭ ആഗ്രഹിക്കുക. ഇനി ഈ പാപമോചനം നമ്മൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത ലഭിക്കും. എന്തോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാപം ചെയ്തിട്ട് പാപമോചനം നമ്മൾ തുടരുമ്പോൾ നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഈ ചങ്ങല വിമുക്തമാക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ഉന്നത കുലജാതൻ ഒരു നീചജാതിക്കാരന് അടിമയെ തീർന്നു കരുതുക. അതായത് ഓപ്പോസിറ്റ് രീതിയിൽ, സാധാരണഗതിയിൽ അടിമയാണല്ലോ ഉന്നത കുലജാതന്, താഴ്ന്ന ജാതിക്കാരനാണല്ലോ ഉന്നത കുലജാതന് അടിമയായിട്ട് വരിക. ഇവിടെ നേരെ മറിച്ച്. അപ്പോൾ ഇവനെ ഈ ദാസ്യത്തിൽ നിന്നും മറ്റൊരാൾ മോചിപ്പിക്കുമ്പോൾ ആ ആൾക്കൊരു വലിയ സന്തോഷവും ഭയങ്കര ആഹ്ലാദമൊക്കെ ഉണ്ടാവും. ഇത് തന്നെയാണ് അനുരഞ്ജന കൂദാശ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നിർവഹിക്കപ്പെടുന്നത്. ദൈവിക പ്രീതിയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മകൾ എന്ന് പറയുന്ന ആ ദൈവപുത്ര സ്ഥാനം, അല്ലെങ്കിൽ ദൈവപുത്രത്വം എന്ന ഉന്നത സ്ഥാനം നമുക്ക് ലഭിക്കുക. അതിൽ നമ്മൾ വ്യതിചലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ സ്ഥാനം, പുത്രിസ്ഥാനം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. മോക്ഷത്തിന് നമുക്ക് അവകാശം എന്നുറപ്പുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന മാരക പാപം വഴിയല്ല നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോകുന്നു. പിശാചിൻ്റെ ദാസ്യത്തിൽ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ പാപത്തിൽ അകപ്പെടുക എന്ന് പറയുക. കാരണം ദൈവത്തിൻ്റെ ഈശോയുടെ നമ്മൾ വാക്കുകൾ കേൾക്കാതെ, നമ്മളെ അനുനയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കാവൽമാലയുടെ വാക്ക് കേൾക്കാതെ പിശാചിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ദാസനായിട്ട് നമ്മൾ തീരും. ഇതിൽ നിന്ന്, ഈ ദാസ്യവേലയിൽ നിന്ന് നമുക്ക് വിമോചനം നൽകുന്നത് ഈ കുമ്പസാരം എന്ന കൂദാശ ഒന്ന് മാത്രമാണ്. അതാണ് ഈ അനുരഞ്ജന കൂദാശ പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഈ പ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനം ഉണ്ടായി. എന്താണ് ആ ദർശനം?
ഒരു വ്യക്തിയിലെ പാപം വരുത്തി വയ്ക്കുന്ന അശുദ്ധിയും അന്ധകാരവും തെളിച്ചു കാണിക്കുന്ന ഒരു ദർശനമായിരുന്നു അസീസിക്ക് ലഭിച്ചത്. ഇത് അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി. കാരണം ഈ ദർശനം കണ്ട ഉടനെ തന്നെ ഫ്രാൻസിസ് അസീസിക്ക് വളരെയധികം സങ്കടം അനുഭവപ്പെട്ടു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ദർശനത്തിൽ കണ്ട ആ പാപി പള്ളിയിൽ ചെന്ന് ഒരു നല്ല ഒരുക്കത്തോടെ വൈദികനോട് പാപസംഗീതം നടത്തുന്നത് ഫ്രാൻസിസ് അസീസി കാണാനിടയായി. അപ്പോൾ അവനിലെ ആ അഴുക്ക് പിടിച്ച മാലിന്യങ്ങളും എല്ലാം നീങ്ങിപ്പോകുന്നതും വിശുദ്ധിയുടെ വെണ്മയും ദൈവത്തിൻ്റെ പ്രീതിയും അലങ്കാരങ്ങളും അവനിൽ വന്നു നിറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വ്യക്തമായി കണ്ട് അതിൽ തൃപ്തി അടഞ്ഞു. അതുകൊണ്ട് ശരിയായ വിധത്തിൽ നമ്മൾ പാപസങ്കീർത്തനം നടത്തുമ്പോൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒട്ടനവധിയാണ്. നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് കുമ്പസാരം എന്ന കൂദാശ നമ്മൾ അനുവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. എന്നാൽ മനുഷ്യരുടെയൊക്കെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ കരുതുന്ന നമ്മുടെ സാത്താൻ ഇതിനെതിരെ വലിയ വലിയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിലെല്ലാം ഈ ചില വൈദികരിലൂടെ ഈ പിശാച് സാത്താൻ നടത്തിയ ചില കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞ് അതെല്ലാം എല്ലാ മനുഷ്യരും അറിയാനിടയായപ്പോൾ പലർക്കും ഇപ്പോൾ കുമ്പസാരം എന്ന കുദാശയെ കാണുന്നത് ഭയത്തോടെയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ഈ പറയുന്ന ദൈവത്തിന് ഒട്ടനവധി നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം അവരുടെ മനസ്സിൽ ഓടി വരിക. കാരണം ഇത്രയും അധികം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ വൈദികരുള്ളപ്പോൾ അതിലൊന്നോ രണ്ടോ പേര് ചെയ്യുന്ന ആ നീച പ്രവൃത്തിയാണ് എപ്പോഴും മനസ്സിലെ ഭയമുളവാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ശരിയായ കുമ്പസാരം നടത്താനായിട്ട് പലപ്പോഴും ഭയപ്പെടുന്ന ദൈവജനത്തെ നമുക്ക് ഈ അടുത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപസംഗീതം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ദിവ്യ ഔഷധം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അത് ലഭിക്കാതിരിക്കാനായിട്ട് സാത്താൻ വളരെ അധികം അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുദാശയുടെ ഫലപ്രാപ്തിയിൽ നിന്നും മനുഷ്യകുലത്തെ അകറ്റി നിർത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇവൻ്റെ ഈ സാത്താൻ്റെ പരിപാടിയാണ്. നമ്മുടെ മനസ്സിൽ ഈ വക ചിന്തകൾ തന്നിട്ട് ശരിയായ ഒരു വിധത്തിൽ അവൻ നമ്മളെ ഒരു ട്രാപ്പിലാക്കും. അതിന് 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്ന് പറയുക, ശരിയായ ഒരുക്കമില്ലാതെ നമ്മൾ ഈ കൂദാശത്തിന് അണയുക. ഒരുക്കത്തോടു കൂടി മാത്രമേ നമുക്ക് അനുരഞ്ജന കൂദാശ നമുക്ക് അണയാൻ സാധിക്കുള്ളൂ. ചെയ്തു പോയ പാപങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ പാപത്തിന് പരിഹാരമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് എല്ലാം ഏറ്റു പറയുമ്പോൾ ദൈവത്തിന് പ്രതിപുരുഷനായ വൈദികനോട് കുമ്പസാരം കൂട്ടിരിക്കുന്ന ഈശോയോട് തന്നെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാനാണ് നമ്മൾ ഈ ശരിയായ ഒരുക്കത്തോടു കൂടിയല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ ഒറ്റക്കണി മാത്രമാണ്. ഇനി ഒരിക്കലും, കാരണം ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും കുമ്പസാരിക്കുകയില്ല എന്ന് പറയുന്ന യുവതലമുറ നമുക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും. അതിന് പിന്നിലും ഈ പറയുന്ന സാത്താൻ്റെ ഒരു വലിയൊരു കെണിയാണ്. കാരണം ഈ കുമ്പസാരം എന്ന കൂദാശയിൽ ലഭിക്കുന്ന ആ വലിയ ദിവ്യ ഔഷധം ലഭിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ഒരു വാശിയാണ് അവൻ മനുഷ്യരുടെ മക്കൾക്ക് എടുക്കുന്നത്. ഇനി മൂന്നാമത് എന്ന് പറയുക, ഈ അനുരഞ്ജന കൂദാശയോടുള്ള ഭക്തിയും വിശ്വാസവും നഷ്ടപ്പെടുത്തുക മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന്. ഇതാണ് സാത്താൻ മനുഷ്യരിലേക്ക് കടത്തിവിടുന്ന ചിന്തകൾ. നമ്മുടെ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും അകന്നു പോയിട്ടുള്ള നമ്മുടെ ചില സഹോദരി സഹോദരന്മാരെ ഈ പറയുന്ന കൂദാശയെ, കുമ്പസാരം എന്ന കൂദാശയെ പറ്റി ഒരുപാട് തെറ്റായ ധാരണകൾ
മറ്റുള്ള ജനങ്ങളിലേക്ക് കടത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ഈ വൈദികരുടെ കുമ്പസാരം എന്ന കൂദാശയ്ക്കെതിരായിട്ടുള്ള ചില തിന്മകൾ കാരണം അക്രൈസ്തരായ ചിലരെ ഈ കൂദാശയെ അങ്ങനെ ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണവും തിരിച്ചറിയാതെ ഒത്തിരി നമ്മുടെ ക്രൈസ്തവരായ യുവാക്കൾ ഈ പറയുന്ന ചതിക്കുഴിയിൽ വീണിട്ട് കുമ്പസാരവും വേണ്ട, കുർബാനയും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരിക. എന്നാൽ ഈ കൂദാശയെ തള്ളി പറയുന്നത് ഇപ്പോൾ കാണുന്ന ഒരു പുത്തിരിയല്ല. കാരണം സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ, പ്രശസ്തരായ വ്യക്തികൾ തന്നെ ഈ പറയുന്ന കുമ്പസാരം എന്ന കൂദാശയെ വളരെ നീചമായിട്ട് അധിക്ഷേപിച്ചിട്ടുള്ളവരുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുക 16-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ നമ്മുടെ സഭയിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോയ ഒരു പുരോഹിതനാണ്. ഈ പറയുന്ന കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവശാസ്ത്രമെല്ലാം പഠിച്ച ആ പുരോഹിതൻ പിന്നീട് സഭയിൽ നിന്ന് വിട്ടുപോയപ്പോൾ കുദാശയെക്കുറിച്ച്, കുമ്പസാരം എന്ന അനുരഞ്ജന കുദാശയെക്കുറിച്ച് പല തെറ്റായ പഠനങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത്രയും നാൾ സ്നേഹിച്ചിരുന്ന ആ പുരോഹിത പട്ടം ഉപേക്ഷിച്ചപ്പോൾ അനുരഞ്ജന കുദാശയാണ് നിന്ദിച്ച് സംസാരിച്ചു. മാത്രമല്ല, മാർട്ടിൻ ലൂതർ തീർത്തും ഉപകാരമില്ലാത്തതും അർത്ഥമില്ലാത്തതുമായ ഒരു പ്രവൃത്തിയായിട്ട് അനുരഞ്ജന കുദാശ എഴുതി തള്ളി. അങ്ങനെ മറ്റുള്ള ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു. ദൈവത്തിൻ്റെ മകനായിട്ട് സഭയിൽ ഒരു പുരോഹിതനായി തുടർന്നുകൊണ്ടിരുന്ന ആ വ്യക്തി പിന്നീട് സാത്താൻ്റെ ശുശ്രൂഷകനായി മാറി. അദ്ദേഹം വിവാഹിതനുമായി. മാർട്ടിൻ ലൂതറിൻ്റെ തെറ്റായ പഠനങ്ങളിൽ വിശ്വസിച്ച അന്നത്തെ ന്യൂറൻബർഗ് എന്ന് പറയുന്ന പട്ടണത്തിലെ നിവാസികളെല്ലാം പിന്നീട് എന്തായി? കുമ്പസാരം എന്ന കൂദാശയ്ക്ക് അണയാതെയായി. പക്ഷേ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്രമേണ അവർക്കൊരു സത്യം മനസ്സിലായി. എന്താണ് സത്യം? ഈ കൂദാശയിൽ നിന്ന് അവരകന്നതോടെ, അതായത് ഈ കൂദാശ പിന്നീട് സ്വീകരിക്കാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ വന്നപ്പോൾ മുമ്പെങ്ങും അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവരുടെ ഇടയിലെ, സഹോദരങ്ങൾക്കിടയിലെ, മാതാപിതാക്കൾക്കിടയിൽ, അയൽപക്കക്കാരുടെ ഒരു തരം പക വളർന്നു വരുന്നത്, അസൂയ വളർന്നു വരുന്നത്, മോഹപാപങ്ങൾ വളർന്നു വരുന്നത്, കളവ് ഒത്തിരി കൂടുന്നത്, കൊലപാതകങ്ങൾ ഒത്തിരി നടക്കുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കുമ്പസാരം എന്ന കൂദാശയിൽ അണയാത്തത് കൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള പാപവാസനകൾ, സാത്താൻ്റെ പ്രവൃത്തികൾ ഒന്നൊന്നായിട്ട് ആ രാജ്യത്ത്, പ്രദേശത്ത് പെരുകാനായിട്ട് തുടങ്ങിയത്. കുറച്ചൊന്നുമല്ല, വളരെ അസഹനീയമാവിധം ആ പാപങ്ങൾ ആ ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു. അതിൽ ഒരുപാട് പേര് ദുഃഖിതരായിരുന്നു. പക്ഷേ ഈ മാർട്ടിൻ ലൂതർ വഴി തുറന്നു കിട്ടിയ ഒരു പുതിയൊരു ജീവിത മാർഗത്തിലൂടെ ചരിക്കുന്നതിൻ്റെ ഫലമാണതെന്ന് അവർ പിന്നീട് തിരിച്ചറിഞ്ഞു. അതിന് പരിഹാരമായിട്ട് ആ ജനങ്ങൾ ചെയ്തത് വേറൊന്നുമല്ല, അവർ വീണ്ടും പഴയതുപോലെ അനുരഞ്ജന കൂദാശയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അതുവഴി തങ്ങൾക്ക് കൈമോശം വന്ന ഈശോയിൽ നിന്നുള്ള ആ സത്യം, ദയ, ബ്രഹ്മചര്യം, സമ്പൂർണത, തുറവ്, താപസികത, അങ്ങനെ മുതലായ പല നന്മകൾ തിരിച്ചു ലഭിക്കുമെന്ന് ആ ജനം ഉറപ്പായിട്ടും വിശ്വസിച്ചു. ഒരു പ്രതിനിധി സംഘം തങ്ങളെ ഭരിച്ചിരുന്ന അന്നത്തെ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമനെ സമീപിച്ചിട്ട് പറഞ്ഞു, തങ്ങൾക്കൊക്കെ തങ്ങളുടെ സമൂഹത്തിലെ, രാജ്യത്തിലെ ആ പ്രദേശത്തേക്ക് വന്നു പോയിച്ച ദുരിതങ്ങൾക്കെല്ലാം അവർ സ്റ്റോപ്പ് പറഞ്ഞു, നിരത്തി വെച്ചു. അവിടെ ആ രാജാവിനോട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, കുദാശയിൽ നകന്നപ്പോൾ, അനുരഞ്ജന കുദാശയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൂടിയതെന്ന് ആ രാജാവിനെ ധരിപ്പിച്ചു. പരിഹാര മാർഗമായിട്ട്
തങ്ങൾ കരുതുന്ന, തങ്ങൾ വിശുദ്ധമായി കണ്ടുകൊണ്ടിരുന്ന അനുരഞ്ജന കൂദാശയെ, പാപസങ്കീർത്തന കൂദാശയെ വീണ്ടും സ്ഥാപിച്ച് നൽകണമെന്ന് ആന്യൂസ്ബർഗിലുള്ള ജനം അന്നത്തെ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമനോട് ഉണർത്തിച്ചു. രാഷ്ട്രീയ അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കൂദാശയുടെ കാര്യത്തിൽ പ്രത്യേക അധികാരമൊന്നുമില്ല. എങ്കിലും അവർ നിരത്തിവെച്ച ആ നാശത്തിൻ്റെ കാരണം ആ ജനം മുഴുവൻ ഈ കൂദാശയോട് വിട പറഞ്ഞതാണെന്നുള്ള തിരിച്ചറിവ് ശരി തന്നെയാണെന്ന് ആ രാജാവ് അംഗീകരിച്ചു. അതുപോലെ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പെരുകി വരുന്ന ക്രമക്കേടുകളുടെയും തിന്മകളുടെയും കാരണം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നാം കണ്ടറിഞ്ഞിരിക്കുന്നത് പോലെ ഇതിനേക കാരണം ശരിയായ വിധത്തിൽ അനുരഞ്ജനപ്പെടുന്നില്ല എന്നതല്ലേ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കേ, മയക്കുമരുന്നായിട്ട് പിടിക്കപ്പെടുന്ന യുവാക്കൾ, അല്ലെങ്കിൽ സംഘം ചേർന്ന് പാവങ്ങളെ മർദ്ദിച്ച്, മറ്റുള്ള വ്യക്തികളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെയുള്ള തിന്മകൾ പെരുകിയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ തിന്മകൾ പെരുകിയിരിക്കുന്നതിൻ്റെ, അതായത് ജനങ്ങൾ തമ്മിലുള്ള ഒടുങ്ങാത്ത പക, ആ പക മൂത്ത് മറ്റുള്ളവർ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അത് കണ്ട് അസൂയ തോന്നിയിട്ട് ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഒരു പങ്കാളി മറ്റൊരു പങ്കാളി കൊല ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. ഒരുപാട് മോഹപാപങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തിന്മയിൽ നിന്നും തിന്മയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് വാങ്ങാനായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് കളവ് നടത്തി അവിടെ കൊലപാതകം നടത്തുന്ന ഒരു തലമുറ. ഇതിൻ്റെയൊക്കെ ഉറവിടം എന്താണ്, ഇതിന് കാരണം എന്ന് നമ്മൾ ഒന്ന് ചികഞ്ഞ് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രൈസ്തവ മക്കൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയൊരു കൃപ, അതിൽ നമ്മൾ അകന്നു പോയത് ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെയൊക്കെ തിരിച്ചു വരവിനായിട്ട് ധൂർത്തപുത്രനെ കാത്തു നിന്ന സ്വന്തം അപ്പച്ചനെ പോലെ നമ്മുടെ തിരിച്ചു വരവിനായിട്ട് യേശു കാത്തു നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, അയൽപ്പക്കാരെല്ലാം ഈ പറഞ്ഞ തിന്മയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പതുക്കെ അനുരഞ്ജനം എന്ന കൂദാശയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അതിലൂടെ ലഭിക്കുന്ന ആത്മീയമായ ഔഷധം നുകരാനായിട്ട് അവരെ നമ്മൾ പ്രാപ്തരാക്കണം. അങ്ങനെ വരുന്നതിനായിട്ട്, തിരിയുന്നതിനായിട്ട് നമ്മൾ നമ്മുടെയൊക്കെ കുടുംബ പ്രാർത്ഥനകളിലെ, സമൂഹ പ്രാർത്ഥനകളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചൊല്ലണം. അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറ ഈ കൂദാശയെ മൊത്തം മറന്നുകൊണ്ട് ഈ പറയുന്ന നീച്ച പ്രവൃത്തികൾ പിന്നാലെ പോയിട്ട് സത്യം, ക്ഷമ, ദയ, കരുണ എന്നിവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ ഈ സമൂഹം തന്നെ, ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. ഈ ദിവ്യ ഔഷധത്തിൻ്റെ പ്രയോജനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. പകരം നമ്മുടെ ജനങ്ങൾ പലവിധ തിന്മകളിലേക്ക് അവർ തിരിയുന്നു. നമ്മൾ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുരോഹിതനായിക്കോട്ടെ, ഒരു കന്യാസ്ത്രീ ആയിക്കോട്ടെ, വിവാഹം ജീവിതം നയിക്കുന്ന ദമ്പതികളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, എല്ലാവർക്കും ഈ പറയുന്ന ചതിയുടെ ഒരു ചതിക്കുഴിയിലേക്കാണ് നമ്മൾ വീണുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമുക്കിപ്പോൾ കാണുന്നത് ഒരു തീക്ഷ്ണത രാഹിത്യമാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് അണയാനായിട്ട് നമുക്ക് ഒരു മടുപ്പ്. ഒരുമിച്ച് കൂടിയിരുന്നിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു അസ്വസ്ഥത. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടേതായ വിളികളിലെ കടമകൾ നിർവഹിക്കാനായിട്ട് നമുക്കൊരു താല്പര്യക്കുറവ്. നമുക്ക് ചുറ്റുമും ഉള്ള അഴിമതികൾ കാണുമ്പോൾ അഴിമതി തുടരാനായിട്ട് നമുക്കുണ്ടാകുന്നൊരു പ്രേരണ. ഇതിൻ്റെ എല്ലാം കാരണം ഈ പറയുന്ന കൂദാശയോടുള്ള അനാസ്ഥത ഒന്ന് മാത്രമാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് അതൊന്ന് ശരിയാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലെ, സമൂഹത്തിലെ, ഇടവകകളിലെല്ലാം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഒന്നുകിൽ
നമ്മൾ ശരിയായ വിധത്തിൽ പാപസങ്കീർത്തനം നടത്തുന്നില്ല. ശരിയായ അനുതാപത്തോടല്ല നമ്മൾ പാപസങ്കീർത്തനം നടത്തുക. ഒരു വേണം ആർക്കാനു വേണ്ടി ഓക്കാനിക്കാനെന്ന് പറഞ്ഞതുപോലെ ഒരു മാസത്തിൽ കുമ്പസാരിക്കണം എന്നുള്ള ആ ഒരു നിയമം പാസ്സാക്കാനായിട്ട് ചുമ്മാ പോയിട്ട് കുമ്പസാരിക്കുക, അതിൽ യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇതിന് വളരെ വിരളമായിട്ട് കുമ്പസാരത്തെ സമീപിക്കുന്ന ഒരു ജനം. അതിനാൽ കർത്താവ് നമുക്ക് നിയോഗിച്ചു തന്നിരിക്കുന്ന ഈ ദൈവദാനം, ഈ സമ്മാനം പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് ഇന്ന് ഈ നിമിഷം നമുക്ക് തീരുമാനിച്ച് ഉറപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പാപസങ്കീർത്തന കുദാശ വളരെ അത്യാവശ്യമാണ്. സഭ നമ്മളത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ട്രെൻറ്റ് സുനഹദോസിലാണ്. കാരണം ട്രെൻറ്റ് സുനഹദോസിൽ ഇപ്രകാരമാണ് പറയുക: രക്ഷ സ്വീകരിക്കുന്നതിന് ജ്ഞാനസ്നാനം ആവശ്യമായിരിക്കുന്നത് പോലെയാണ് മാരക പാപത്തിൽ ഉൾപ്പെട്ടവർക്ക് അനുരഞ്ജന കുദാശ. അതിനോട് തന്നെ അനുബന്ധപ്പെട്ടിട്ട് വിശുദ്ധ ജെറോം ഇപ്രകാരമായിട്ട് ഇതിന് രക്ഷയുടെ രണ്ടാമത്തെ പലക എന്നാണ് കുമ്പസാരത്തെ വിശുദ്ധ ജെറോം വിശേഷിപ്പിക്കുക. കപ്പൽ അപകടത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഒരു പലക അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉതകുന്നു. ഇന്ന് നമ്മൾ ആ പലകയ്ക്ക് പകരം നമ്മൾ പറയുക ലൈഫ് ബോട്ട്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ചുമന്ന റൗണ്ടിലുള്ള ഒരു ടയർ പോലത്തെ ഇതുണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റും ഇതെല്ലാം നമുക്ക് അവർ എറിഞ്ഞിട്ട് തന്നിട്ട് നമുക്കതിന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥ. അതുപോലെയുള്ള ഒരു പലകയാന്ന് പറയാം ഈ കുമ്പസാരം എന്ന് പറയാം. അതിലൂടെ നമുക്ക് നിത്യജീവിതത്തിലേക്ക് നമുക്ക് നീന്തി കയറാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ ജ്ഞാനസ്നാനത്തൊക്കെ ലഭിച്ച നമ്മുടെ ദൈവദാനങ്ങൾ നമ്മൾ ഒരുപാട് പേര് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ കൃപ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ പ്രവർത്തികൾ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഈ അനുരഞ്ജന കുദാശയാണ് നമ്മുടെ ഈ പലക ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതം അപകടത്തിലാകും. നിത്യശിക്ഷയിലേക്ക് നമ്മൾ തള്ളപ്പെടും. ഗൗരവമായ പാപാവസ്ഥയിൽ കഴിയുന്നവർക്ക് ഈ കുദാശ എത്രയോ ഉപകാരപ്രദവും ആശ്വാസകരവുമായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഈ കുദാശ പരികർമ്മം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട ഓരോ പുരോഹിതരും ഇത് നിർവഹിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടിൽ അണയുന്നതിന് മുൻപായിട്ട് വളരെ ഒരുക്കത്തോടായിരിക്കും അവർ വരിക. അതുകൊണ്ട് തന്നെ അവർ ഗൗരവമായ പല പാപങ്ങളിൽ നിന്നെല്ലാം അകന്ന് സവിശേഷമായ സുഹൃത ജപങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് അവരുടെ ജീവിതം അലങ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പല വൈദികരെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ അവരൊരു കയ്യിൽ ഏതെങ്കിലും ഒരു ചെറിയ ബെനഡിക്റ്റിൻ കുരിശോ അല്ലെങ്കിൽ ഒരു കൊന്തയോ അവരെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർ കുമ്പസാരക്കൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പഴയ നിയമത്തിലെ നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ 44-ാം വചനത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും. ദൈവം അരുളി ചെയ്യുക. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവേൻ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവേൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. കണ്ടോ? അപ്പോൾ അവിടെ നിന്ന് ദൈവം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾ തന്നെ പരിശുദ്ധരായിട്ട് നിങ്ങൾ ആയിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ? നിങ്ങളെ സൃഷ്ടിച്ച ഞാൻ, നിങ്ങളെ പരിപാലിക്കുന്ന ഞാൻ പരിശുദ്ധനാണ്. പുതിയ നിയമത്തിനും നമുക്ക് ഇതിനുള്ള ഉദാഹരണം ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന ഉപാധികളിൽ പ്രധാനവും വളരെ വിലപ്പെട്ടതുമാണ് ഈ പറയുന്ന കുമ്പസാരം എന്ന കുദാശ തന്നെ. ഇത് നമുക്ക് പാപമോചനം നേടിത്തരുന്നു.
നമ്മുടെ ഹൃദയ പരിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ കൂദാശയിൽ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ദുശീലങ്ങളും നമ്മുടെ ആ പാപത്തിലേക്ക് വീഴാനുള്ള ചായ്വുകളും ഏവയെന്നൊക്കെ നമ്മളെ ഇത് അനുസ്മരിപ്പിക്കുന്നു. പാപത്തിന് കാരണമാവുന്ന സാഹചര്യങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. വിശുദ്ധിയിലെ വളരുന്നതിന് തടസ്സമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാം ന്യൂനതകൾ നമ്മിൽ വേരുറയ്ക്കാതെ ഈ കൂദാശ നമ്മെ കാക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന ഔഷധ ഗുണത്തെക്കുറിച്ച് വളരെ രസകരമായിട്ടാണ് ട്രെൻറ്റ് സുനഹദോസ് പറഞ്ഞു വയ്ക്കുക. ആ ട്രെൻറ്റ് സുനഹദോസിനെ ഇപ്രകാരമാണ് പറയുക: ഈ ഔഷധം ജീവനെ പോഷിപ്പിക്കുന്നു, ആധ്യാത്മിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു, എത്രയും വേഗത്തിലും ഉറപ്പായും അവയ്ക്ക് സൗഖ്യം നൽകുന്നു എന്നാണ് ഈ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് ട്രെൻറ്റ് സുനഹദോസ് പറഞ്ഞു വയ്ക്കുക. പല മനുഷ്യർക്കും ആധ്യാത്മിക രോഗങ്ങളുള്ളതുപോലെ തന്നെ ശാരീരികമായ പല അസുഖങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ആത്മാവിലൊക്കെ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെട്ട് കഴിയുമ്പോൾ, സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളെല്ലാം നമ്മളെ വിട്ടു പോകുന്നതായിട്ട്. അതുകൊണ്ട് സകല രോഗങ്ങൾക്കും, അത് ആധ്യാത്മിക രോഗങ്ങളായിക്കോട്ടെ ശാരീരിക രോഗങ്ങളായിക്കോട്ടെ എന്ത് തന്നെയായാലും ഇതിനെല്ലാം സൗഖ്യം പകരുന്ന ഒരു ഒറ്റ മൂലിയാണ് കുമ്പസാരം എന്ന കൂദാശ. അപ്പോൾ ഇത്രയധികം ഔഷധശക്തിയുള്ള, ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ കഴിവുള്ള ഈ കൂദാശ ഒരു വർഷത്തിലെ ഒരിക്കൽ മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? കാരണം നമ്മൾ അസ്വസ്ഥമായിരിക്കുമ്പോൾ, നമ്മൾ രോഗത്താൽ വലയുമ്പോഴൊക്കെ നമുക്ക് ഇത് കാരണമാണോ നമ്മുടെ അസുഖങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിലെ ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അത് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഉന്നതമായ നമ്മുടെ കടമ നിർവഹണത്തിൽ നമുക്ക് അനുഭവിക്കുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം ഒഴിയുന്നതിനും, പലപ്പോഴും മനുഷ്യരായ നമുക്ക് തിന്മയിലേക്ക് ചായുന്നൊരു സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ആ തെറ്റായ ആഗ്രഹ അഭിലാഷങ്ങളെയെല്ലാം സംയമനം ചെയ്യുന്നതിന് ഈ കുമ്പസാരം എന്ന കൂദാശയുടെ ശക്തി വളരെ പര്യാപ്തമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ പുതിയ തലമുറകളിലൊക്കെ കണ്ടുവരുന്ന ഭക്തി കുറവ്, കുർബാനയോടും കുമ്പസാരത്തോടുമുള്ള വില കുറഞ്ഞു വരല്, പഠനനിഷ്ഠയുടെ അഭാവങ്ങൾ, ജീവിതത്തിലെ തിന്മയിലേക്ക് ചാഞ്ഞു നടക്കാനുള്ള അവരുടെ പ്രേരണ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് അവർക്കൊരു ഉത്സാഹമില്ലായ്മ, വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ വളരെ അന്യമായി നിന്നുകൊണ്ട് അങ്ങനെ വിശുദ്ധി വളരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തൊരു ജനത. എന്താണ് ഇതിനെല്ലാം മൂലകാരണം? ഇതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കൂദാശ പ്രത്യേകമായിട്ട് കുമ്പസാരം എന്ന കൂദാശ അടുക്കൽ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഈ കൂദാശ, അനുരഞ്ജന കൂദാശ ആഴ്ചയിൽ ഒരിക്കൽ പാപസംഖ്യ നടത്തണമെന്ന് തിരുസഭ അനേകം സുനഹദോസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ കൂദാശ സ്വീകരിക്കാൻ കാലതാമസം വരുമ്പോൾ നമ്മൾ വഴിയായിട്ട് നമ്മൾ അനുദിനം കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന കൃപകൾ അവർക്ക് ലഭിക്കാനായിട്ട് നഷ്ടമായി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃപാപൂർണനായിട്ടിരിക്കുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്നവർക്ക് ആ കൃപ പകർന്നു നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അനേക സുനഹദോസുകളുടെ പഠനങ്ങളും ഇന്നത്തെ ജനത്തിന് പാപസങ്കീർത്തനോടുള്ള മനോഭാവം പരിഗണിക്കുമ്പോൾ നമ്മുടെ തിരുസഭ മുൻകാലങ്ങളിലെ നമ്മുടെ ജനങ്ങളെ, വിശ്വാസികളെ കുറിച്ച് ദുഃഖിച്ചതിനേക്കാൾ ഇന്ന് എത്ര അധികം ദുഃഖിക്കേണ്ടി വരും. കാരണം
ഇന്നുള്ളവർ ഈ പറയുന്ന കൽപ്പനകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. അനുഭവത്തിൽ നിന്നുള്ള ഫലങ്ങൾ കണ്ടും കേട്ടും ഇരിക്കും, എന്നിട്ടും അവരതിൽ നിന്ന് ഫലമെടുക്കുന്നില്ല. അപ്പോൾ പാപസംഗീതം നടത്തുമ്പോൾ നമുക്കൊരുപാട് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നമ്മൾ അടുക്കലായിട്ട് അനുരഞ്ജന കൂദാശയിലേക്ക് പുരോഹിതന് അടുക്കിലേക്ക് അണയുന്നത് വഴി ഒട്ടനവധി നന്മകൾ നമ്മൾക്ക് പ്രാപിക്കാനായിട്ട് ഇടവരും. പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യ സ്വഭാവം വ്യക്തമായി കണ്ടറിഞ്ഞ നമ്മുടെ ദാവീദ് പ്രവാചകൻ കർത്താവിനോട് വീണ്ടും കരുണാപേക്ഷിക്കുന്നത് നമുക്ക് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 51-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കണ്ടോ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്നാണ് ദാവീദ് പ്രവാചകൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുക. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കുമ്പസാരത്തിൽ നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കുന്നതും. നമ്മൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് എന്നെ ശിക്ഷിക്കരുതേ, എൻ്റെ ദയ തോന്നണമേ കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റി എന്നെ വെണ്മയുള്ള വസ്ത്രം ധരിപ്പിക്കണമേ എന്നൊക്കെയാണ് നമ്മൾ കുമ്പസാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറ്. ദൈവാരാധനയിൽ അനാചാരമോ ഭക്തി കുറവോ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിക്കുന്നതെന്ന് ദൈവത്തിന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. അതിനാലാണ് അവൻ ഇങ്ങനെ കൽപ്പിക്കുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 52-ാം അധ്യായത്തിലെ 11-ാം വചനത്തിൽ നമുക്ക് ഈ പ്രകാരം കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കുവേൻ. അപ്പോൾ കർത്താവിൻ്റെ മകനെന്നും മകളെന്നും വിളിക്കുന്നവരെ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കുമെന്ന് കർത്താവ് എന്ന് എന്നെയും നിങ്ങളെയെല്ലാം നോക്കി ആവർത്തിക്കുകയാണ്. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലെ കർത്താവിനെ തന്നെ സംവഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ജനതയെ, അവൻ്റെ അപ്പസ്തോലന്മാരെ, ശിഷ്യഗണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കും ഈ പറയുന്ന സവിശേഷ സുഹൃതങ്ങളും പരിശുദ്ധിയും ഈശോയിൽ നിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുക, എൻ്റെ പിതാവും ഞാനും പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന്. സകല നന്മകളുടെയും നീരുറവയെ കൂടെ സമീപിക്കാഞ്ഞാൽ പൗരോഹിത്യത്തിൻ്റെയും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ജീവിതത്തിൻ്റെയും നിർമ്മലതയിൽ നമുക്ക് നിലനിൽക്കാനാവില്ല. നമുക്ക് ഹൃദയപരിശുദ്ധി ഇല്ലാതെ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനാവില്ല. മറ്റ് കുദാശകളെ യോഗ്യതയോടെ പരികർമ്മം നമുക്ക് ചെയ്യാനാവില്ല. ഇക്കാര്യങ്ങൾ അവ അർഹിക്കുന്ന ഗൗരവത്തോടെ മനസ്സിലാക്കിയിരുന്ന നമ്മുടെ സഭയിലെ വിശുദ്ധരായ പുരോഹിതരും അതുകൊണ്ടാണ് അടുക്കലായിട്ടുള്ള അനുരഞ്ജന കൂദാശയ്ക്ക് ദൈവജനത്തോട് അഭ്യർത്ഥിച്ചിരുന്നത്. വിശുദ്ധ ചാൾസ് ബറോമിയോ എന്ന മെത്രാൻ ഭാഗ്യപ്പെട്ട വിശുദ്ധരും മറ്റനേകം വിശുദ്ധരുമെല്ലാം അനുദിനം പാപസങ്കീർത്തനം നടത്തിയിരുന്നതായിട്ട് നമുക്ക് അവരുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളായ മറ്റു ചിലർ ദിവസം തോറും അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ക്രമമായിട്ട് ഈ കൂദാശയുടെ ഫലം ഏറ്റുവാങ്ങിയിരുന്നവർ. ഇതുവഴി അവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ വേരോടെ പിഴുതെറിയാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്പമായിട്ടുള്ള മാലിന്യങ്ങൾ പോലും കഴുകി വെടുപ്പാക്കിക്കൊണ്ട് ശുദ്ധമാക്കാനായിട്ട് കുമ്പസാരമെന്ന കൂദാശയിലൂടെ അവർക്ക് സാധിച്ചിരുന്നു. അവസാനത്തെ കുമ്പസാരത്തിന് ശേഷം പാപങ്ങളൊന്നും ഏറ്റുപറയാനില്ലെന്നിരിക്കട്ടെ, അപ്പോഴും ചെയ്യേണ്ടത് അവർ ഇതാണ്: ജീവിതത്തിലെ ആകമാനമായിട്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുദപിക്കുക, കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കുക. സങ്കീർത്തന പുസ്തകത്തിലെ 51-ാം അധ്യായത്തിലെ 9-ാം വചനത്തിൽ പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം: വിനീതവും പശ്ചാത്താപഭരിതവുമായ ഹൃദയത്തെ ദൈവമേ നിരസിക്കല്ലേ.
ഇങ്ങനെയുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ പാപസങ്കീർത്തനത്തിന് അണയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആത്മീയമായ അസുഖങ്ങളാകട്ടെ, ശാരീരികമായ അസുഖങ്ങളാവട്ടെ, നമ്മുടെ അസ്വസ്ഥതകളാവട്ടെ, എന്ത് തന്നെ ആയാലും ഈ കുദാശയിലൂടെ നമുക്കില്ല, ഈ ഔഷധത്തിലൂടെ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധരായ ജനങ്ങളുടെ അടുക്കലുള്ള ക്രമമായ കുമ്പസാരം അത് വളരെ ഏറെ ഫലപ്രദായകമാണെന്ന് സാത്താന് വളരെ നന്നായിട്ട് അറിയാം കേട്ടോ. അനുദിനം വിശുദ്ധ ബലിക്ക് പോകുന്നവർ ജനങ്ങളെ നമുക്ക് ഇടവകയിൽ കാണുമ്പോൾ കാണാൻ സാധിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർ ഈ അനുതാപ സംഗീതം നടത്തിയിട്ട് കൂടുതൽ വെണ്മയുള്ളവരായിട്ട്, കൂടുതൽ ശക്തിയുള്ളവരായിട്ട് ഈശോയെ പിന്തുടരാനായിട്ട് ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനാൽ തന്നെ അങ്ങനെയുള്ള ജനങ്ങളെ ആ സൽകൃത്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ സാത്താൻ. ഇവൻ്റെ തന്ത്രങ്ങൾ, ഈ സൂത്രശാലിയുടെ തന്ത്രങ്ങൾ നമുക്ക് കണ്ടുവരുന്നതൊക്കെ ഇപ്രകാരമാണ്. നമ്മൾ ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പലപ്പോഴൊക്കെ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വളരെ ഉത്സാഹികളും നമ്മൾ സുഹൃത്തുക്കളുമായിരിക്കും. നമ്മളൊരു ധ്യാനമെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കാലത്തോളം നമ്മൾ വളരെ കൃത്യമായിട്ട് കൂടുതലായിട്ട് ഈശ്വരൻ അടുക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കുദാശയിൽ സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കുകൊള്ളുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയി വീണ്ടും നമ്മൾ പഴയ ട്രാക്കിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പതുക്കെ തിരിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ സാവധാനം നമ്മൾ ചെയ്തു വരുന്ന സൽകൃത്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ട് നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മീയ പുരോഗതിക്കായിട്ട്, നമ്മുടെയും ആത്മപുരോഗതിക്കായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ, ഒന്നും അധ്വാനിക്കാതെ അലസരായി ഇരിക്കുന്നവരായിട്ട് മാറും. ലൗകിക കാര്യങ്ങൾ മാത്രം നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെക്കാൾ മോശമായിട്ട് നമ്മൾ വർത്തിക്കാൻ തുടങ്ങും. നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ നമുക്കുണ്ടായിരുന്ന താല്പര്യം പതുക്കെ നഷ്ടമാകും. ഇതിന് യഥാർത്ഥ കാരണം എന്താണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് യഥാർത്ഥവും അടിസ്ഥാനപരവുമായ കാര്യം ഒന്ന് മാത്രമാണ്. നമ്മൾ പതിവായി നടത്തി വന്നിരുന്ന കുമ്പസാരം ഉപേക്ഷിച്ചതാണ് ഇതിനെല്ലാം കാരണം. അതിൻ്റെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അതിന് തൽഫലമായിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. പല പ്രാവശ്യം തെറ്റുകളിൽ നമ്മൾ വീഴുമ്പോൾ, തെറ്റുകളിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ അവ നമ്മളിൽ വേരുവാകുന്നു എന്ന് കാണാൻ കഴിയാതെ പോകുന്നു. കാരണം ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നു. പിന്നീട് പാപം എന്നത് അങ്ങനെ പാപബോധമില്ലാതായിട്ട് അതൊരു പ്രവൃത്തി മാത്രമായിട്ട് കാണാനായിട്ട് ഇന്നത്തെ സമൂഹം ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ പണ്ട് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിയമാനുസൃതമായി കൊണ്ടിരിക്കുന്നത്. ചികിത്സിക്കപ്പെടാത്ത രോഗം അനുദിനം വർദ്ധിക്കുന്നത് പോലെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പനിയുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ മെഡിസിൻ എടുത്തില്ലെങ്കിൽ ആ പനി കൂടി വരുന്നത് പോലെയാണ് ഈ കുമ്പസാരം എന്ന ദിവ്യ ഔഷധം നമ്മൾ സേവിക്കാതിരുന്നാൽ പാപങ്ങൾ നമ്മളിൽ വേരുറയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സദാസമയം ഈ സാത്താൻ എന്ന ശത്രുവിനോട് നമ്മൾ അവനുള്ള യുദ്ധത്തിൽ നമ്മൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ കുമ്പസാരം എന്ന കുദാശയിലൂടെയും കുർബാനയിലൂടെയൊക്കെ നമ്മൾ ശക്തി സംഭരിക്കേണ്ടിയിരിക്കുന്നു. എളുപ്പത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? എളുപ്പത്തിൽ നമ്മൾ അവൻ്റെ സാത്താൻ്റെ അദാസ്യത്തിൽ പതിക്കുന്നു, അവന് നമ്മൾ അടിമയായിട്ട് തീരുന്നു. ഈ ബന്ധനം തകർക്കുക നമുക്ക് പ്രയാസമാണെന്ന് തോന്നാം, പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അങ്ങനെ ശരിയായ ഹൃദയ പരിശുദ്ധി ഇല്ലാതെ നമ്മൾ ഈ ദിവ്യകുദാശകൾക്ക് അണയുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അത് കൂടുതൽ നമ്മെ നാശകരമായ അവസ്ഥയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുവഴി നമ്മുടെ ആത്മീയ മന്ദതയും നമ്മുടെ ബോധത്തിൻ്റെ അന്ധതയും ഇതിനു കൂടെ വന്നു ചേരുന്നു. അപ്പോൾ അനുരഞ്ജന കുദാശകളുടെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ
നമുക്ക് കൂടെ കൂടെ കുമ്പസാരിക്കണമെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാം. എന്നാലും നമ്മളത് പ്രവൃത്തിയിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ അയൽവക്കക്കാരോടോ മക്കളോടോ മാതാക്കളോടോ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലായിട്ട് തെറ്റുകളിൽ അധംപതിക്കുന്ന വ്യക്തികളെ നമുക്ക് കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടു ചെല്ലുകയും ഒരു നല്ല കുമ്പസാരം കഴിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമക്കളെ, അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. ദൈവജനത്തിന് സദ്മാതൃക നൽകേണ്ടവരാണ് നമ്മളിൽ ചുറ്റും ഉള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സുഹൃത്തുക്കളുള്ളവരായിട്ട് ജീവിക്കേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ വലിയൊരു ആവശ്യകതയാണ്. അതിനാൽ ഈ സുഹൃത ജീവിതത്തിന് നിശ്ചിതമായൊരു ഉപാധി എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാം? പതിവായി കൃത്യദിവസം നമുക്ക് ഈ കൂദാശ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പലപ്പോഴും നമ്മളെ സാത്താൻ നമ്മളെ അടിമയാക്കുന്നത് ഒരു തരം വിചാരത്തോടും ചിന്തയോടും കൂടിയായിരിക്കും. നമ്മൾ പലപ്പോഴും വിചാരിക്കും, നാളെ എന്തായാലും കുർബാനയ്ക്ക് പോയിട്ട് ഒരു നല്ല കുമ്പസാരം കാഴ്ചവെക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നമുക്കൊരു സ്വരം കേൾക്കാം. അത് നാളെ ആവാം, അല്ലെങ്കിൽ പിന്നീടാകാം, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടാകാം. ഇങ്ങനെ ഒരു ചിന്തകൾ നമ്മൾ അലട്ടും. ആ ചിന്തകളുടെ ഉപവസ്ഥാനം എന്ന് പറയുന്നത് സാത്താനിൽ നിന്ന്. അതുകൊണ്ട് പ്രിയമക്കളെ, അങ്ങനെ ഒരു ചിന്തയ്ക്ക് നമ്മൾ ഒരിക്കലും കീഴ്പ്പെടരുത്. കുമ്പസാരിക്കണം, കുർബാന കാണണമെന്ന് തോന്നുമ്പോൾ ഉടനെ തന്നെ അടുത്തൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാതെ തന്നെ നമ്മൾ ഇറങ്ങി പുറപ്പെടണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമ്മൾ മോക്ഷം പ്രാപിക്കാനായിട്ട് നമുക്ക് നിൽക്കുന്ന ഒന്നാമത് തടസ്സം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ലോകത്തിലെ ലൗകിക വസ്തുക്കളോടുള്ള നമുക്കുള്ള കൂടുതൽ അടുപ്പമാണ്, അല്ലെങ്കിൽ മമതയാണ്. കാരണം നമ്മളിൽ മരണചിന്ത നമുക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾക്ക് ശിക്ഷ ഉണ്ടെന്ന് വിധി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു കൂദാശ സ്വീകരിക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സാധിക്കും. എബ്രായരുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ നമുക്ക് ഈ പ്രകാരം വായിക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം എന്നത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കാത്ത ദിവസം അറിയാത്ത നേരത്തൊക്കെ ആയിരിക്കും മരണം നമ്മളിലേക്ക് കടന്നു വരിക. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. പലപ്പോഴും നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കാതെ, കുമ്പസാരിച്ച് ഒരുങ്ങാനായിട്ട് സമയം പോലും കിട്ടാതെ പെട്ടെന്ന് കള്ളൻ്റെ പോലെയാണ് ഈ മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. അപ്പോൾ മരണം എപ്പോൾ എങ്ങനെ എന്ന് നമുക്കറിയില്ല. എവിടെ വെച്ച് നമുക്ക് മരണം സംഭവിക്കുന്നത് നമുക്ക് അജ്ഞാതമാണ്. ജീവിതത്തിലെ വന്നു ഭവിച്ച് നമ്മുടെ പാളിച്ചകൾ തിരുത്തിയിട്ട് നല്ല ജീവിതം നയിക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് കൊണ്ടിരിക്കണം. പണ്ടൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രായമായ വ്യക്തികളെ കുമ്പസാരിച്ച് കുർബാന കൈകൊണ്ട് മരണത്തെ നോക്കിക്കൊണ്ട് അവർ ജീവിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും സദാസമയം ഇതിന് ഒരുക്കമായിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, നമ്മൾക്ക് മരണം ചിലപ്പോൾ പെട്ടെന്നാകാം, ചിലപ്പോൾ കുറേ വൈകിയാകാം. പക്ഷേ എന്തു തന്നെയായാലും നമ്മൾ എല്ലാവരെയും ഈ ലോകത്ത് കാണുന്ന നമുക്ക് ചുറ്റും വെക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനതയെ വിട്ട് നമ്മൾ ഏകനായിട്ട് നിത്യഭവനത്തിലേക്ക്, ഈശോയുടെ അടുത്തിലേക്ക് ഒരു നാൾ നമ്മൾ കടന്നു പോകും എന്നുള്ളത് വളരെ തീർച്ചയാണ്. അപ്പോൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ പാപങ്ങളെല്ലാം വൈകുന്നേരം ഏറ്റുപറഞ്ഞുകൊണ്ട് വെണ്മയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് റോമാക്കാരുടെ ലേഖനത്തിലെ 14-ാം അധ്യായത്തിലെ 12-ാം വചനത്തിൽ നമുക്ക് പ്രകാരം വായിക്കാൻ പറ്റും. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കേട്ടോ, അത് തീർച്ചയുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ ശൂന്യമായ നമ്മുടെ കരങ്ങളോടെ നമുക്ക് ഏകനായിട്ട് നഗ്നനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. ഈ ലോകത്ത് നമ്മൾ തല്ലുകൂടി വഴക്കൂടി അസൂയ മൂത്ത് കലഹിച്ച് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്വത്തും ഒരു ഭൂമിയുടെ തുണ്ട് പോലും നമ്മൾ
പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വഴക്കുകളും കലഹങ്ങളും എല്ലാം നമ്മൾ നടത്തുക? ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവരാത്ത നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല എന്ന യാഥാർത്ഥ്യം പലാവർത്തി നമ്മൾ മനസ്സിൽ ഉരുവിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് നമ്മൾക്ക് പലപ്പോഴും നമുക്കിങ്ങനെ ചോദിക്കാൻ പറ്റും, ദൈവമേ, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എൻ്റെ ഹൃദയം എങ്ങനെയാണെന്നറിയില്ല. ലോകവസ്തുക്കളോട് അല്ലെങ്കിൽ ഈ ജനങ്ങളോട് സ്നേഹിക്കുന്നവരോടൊക്കെ എൻ്റെ മനസ്സ് പറ്റിച്ചേർന്നിരിക്കുകയാണ്. നിന്നിലേക്ക് മാത്രം ആശ്രയിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള ഈ നൈമിഷികമായ വസ്തുക്കളോട് എനിക്കൊരു വലിയൊരു അടുപ്പം എനിക്കുണ്ടാകുന്നു, ഒരു അസ്വാദ്യത എനിക്കുണ്ടാകുന്നു, ഒരു ആസക്തി എനിക്കുണ്ടാകുന്നു. ഇതിൽ നിന്ന് എനിക്ക് മുക്തി ലഭിച്ചിട്ട് വിശുദ്ധിയുടെ പാതയിൽ നടന്നുകൊണ്ട് നിന്നെ പുണരാനായിട്ട് ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. നമ്മെ കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പാത എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല. കാരണം അനുദിനം നിൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന നാഥൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകാനായിട്ട് സാധിക്കുക. ഒരിക്കലും നമ്മൾ നടക്കുന്ന വഴികൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിരിച്ചിട്ട വരികളായിരിക്കില്ല, അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് ആയിരിക്കില്ല. കാരണം നമ്മൾ നടക്കുന്ന വഴികൾ, വിശുദ്ധിയുടെ വഴികൾ, സഹനത്തിൻ്റെ വഴികൾ എന്നൊക്കെ പറയുമ്പോൾ അത് കല്ലും മുള്ളും അല്ലെങ്കിൽ കുഴികളൊക്കെ നിറഞ്ഞത് തന്നെയാണ്. അതിലൂടെ നമ്മൾ നടക്കണമെങ്കിൽ കർത്താവിൻ്റെ കരം പിടിച്ച് വേണം. കർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കാനും എനിക്ക് ഭയമില്ല എന്ന് പറയുന്ന സങ്കീർത്തനോടൊപ്പം നമുക്ക് അനുരഞ്ജന കുദാശയുടെ കുംഭസാരത്തിലൂടെ ഈ ഔഷധം ലഭിച്ചുകൊണ്ട് വെണ്മയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് നടന്നു നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. ഏശയുടെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 11-ാം വചനത്തിലെ പ്രവചനപ്രവം പറയുന്നു, അല്ലയോ മണ്ണിൻ്റെ പുത്ര, കീടങ്ങളാണ് നിൻ്റെ കിടക്ക, പുഴുക്കളാണ് നിൻ്റെ പുതപ്പ്. അപ്പോൾ അതാണ് മരണത്തിൻ്റെ അവസ്ഥയിൽ പുഴുക്കൾ നമ്മുടെ ശരീരം കാത്തിരിക്കുകയാണ് അത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമുക്കുള്ളതിൽ നിന്നുള്ള ഈ ഒരു ദേഹം എന്നൊരു വസ്ത്രം നമ്മൾ ഊരിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ അനുരഞ്ജനമെന്ന കുദാശ, കുമ്പസാരമെന്ന കുദാശയിലേക്ക് നമ്മൾ വളരെയധികം അടുക്കേണ്ടതായിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ്റെ കുറവുകളല്ല നമ്മൾ അതിൽ നിന്ന് അകറ്റേണ്ടത്, അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ്റെ അപാകതകളല്ല നമ്മളെ അതിൽ നിന്നും അകറ്റേണ്ടത്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് ഒരു വൈദികനല്ല, അതിനും അപ്പുറം ഈശോയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഈശോയുടെ നമ്മുടെ പാപങ്ങൾ തുറന്നു പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഈശോ നമ്മളെ ആശീർവദിച്ചിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് അവസാനം പറയുന്ന ഒരു വചനമുണ്ട്. അത് നമ്മുടെ ഹൃദയതലങ്ങളിലെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ എപ്പോഴും അത് അലയടിക്കട്ടെ. പുരോഹിതൻ പറയുക, മകനെ മകളെ സമാധാനത്തിൽ പോവുക, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ആമേൻ.